ഹായ്, ഇന്ന് നമുക്കൊരു അടുക്കളത്തോട്ടം കണ്ടാലോ? ഈ അടുക്കളത്തോട്ടത്തിൽ പച്ചമുളക്, ചീര, വഴുതന, തക്കാളിയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കൊച്ച് അടുക്കളത്തോട്ടമായത് കേട്ടോ. ഗ്രോ ബാഗിലാണ് ഈ കൃഷി ചെയ്യുന്നത്. നല്ല അടിപൊളി വഴുതനങ്ങായും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 2 വെറൈറ്റി വഴുതനങ്ങായും ഉണ്ട്. നമ്മുടെ വെള്ള നീണ്ട വഴുതനങ്ങായും ഉണ്ട്, വയലറ്റ് കളറിലെ ഉണ്ട വഴുതനങ്ങായും ഉണ്ട് കേട്ടോ. പച്ചമുളക് നിറച്ചുണ്ട്. അപ്പം ഇതിനാണെങ്കിൽ ചാണകമൊക്കെയാണ് വളമായിട്ടിടുന്നത് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു അടുക്കളത്തോട്ടമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഒരുവിധം നല്ല വലിപ്പത്തിലുള്ള വഴുതനങ്ങയൊക്കെ ആയിരുന്നു കേട്ടോ. മാംസം കൂടുതലായിട്ടുള്ള വഴുതന ഉണ്ടായിരുന്നു. പിന്നെ നല്ല അടിപൊളി നമ്മുടെ പച്ചമുളക് നിറച്ചുണ്ട് കേട്ടോ. പച്ചമുളക്, പിന്നെ നമ്മുടെ തക്കാളിപ്പഴമായിരുന്നു കേട്ടോ. തക്കാളി പഴുത്ത് വന്ന് കളറ് മാറി വന്നിട്ടേ ഉള്ളൂ, റെഡിലോട്ടായിട്ടില്ല, ഓറഞ്ച് കളറായി നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ചെറിയ കുറച്ച് സ്ഥലപരിമിതികളുള്ള കുറച്ച് സ്ഥലമൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കൊച്ച് അടുക്കളത്തോട്ടം കേട്ടോ. ചെറിയ അകലമൊക്കെ പാലിച്ച് ഗ്രോ ബാഗ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഏറ്റവും കൂടുതലായിട്ട് വഴുതനയും പച്ചമുളകുമാണുള്ളത് കേട്ടോ. പച്ചമുളക് നല്ല നിറച്ച് കൊല കുത്തി പച്ചമുളക് കിടപ്പുണ്ട്. വഴുതനങ്ങായും അതുപോണക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. കുറേ പറിച്ച് കേട്ടോ. കുറേ വിളവെടുത്തായിരുന്നു. വിളവെടുത്ത സമയത്ത് എനിക്കും കിട്ടി കേട്ടോ. വഴുതനങ്ങായും തക്കാളിയും പച്ചമുളകും ഒക്കെ കിട്ടിയായിരുന്നു കേട്ടോ. ഇത് സഹിച്ചേൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലെ പച്ചക്കറി അടുക്കളത്തോട്ടം കേട്ടോ. ആൾ നല്ല ശരിക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, കൃഷിക്ക് വേണ്ടിയിട്ട്. പിന്നെ വളമായിട്ട് ചാണകം അവരുടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അവർ ഈ അടുക്കളത്തോട്ടം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം എല്ലായിടത്തും പൊതുവെ കണ്ടുവരുന്നതാണ് കേട്ടോ. നല്ല നമ്മുടെ നാടൻ വഴുതനങ്ങയാന്ന് തോന്നുന്നു. നല്ല മാംസമൊക്കെ ഉള്ള വലിയ വഴുതനങ്ങ കേട്ടോ. നമുക്ക് ഈ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതല്ല. ഇത് നല്ല ഒരു വഴുതനങ്ങയൊക്കെ 1 കിലോയോളം വലിപ്പം വരുന്ന, അതുപോണക്ക് സൈസിൽ കിടക്കുന്ന വഴുതനങ്ങയൊക്കെ കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. സഹിച്ചേൻ്റെ കൂട്ടുകാരൻ്റെ ഞങ്ങളുടെ കൂട്ടുകാരൻ ചേച്ചിയുടെയും ചേട്ടൻ്റെയും വീട്ടിലെ വഴുതന അടുക്കള കൃഷിത്തോട്ടം കേട്ടോ ഇത്. അപ്പം നമ്മുടെ ചെറിയ അടുക്കളത്തോട്ടം വിശേഷം ഇങ്ങനെയാണ്. അപ്പം സ്ഥലമില്ലാത്തവർക്കും അല്ലേ, സ്ഥലപരിമിതിയുള്ളവർക്കും ഇതുപോണക്കൊക്കെ കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടപ്പം എനിക്കും കൃഷിയോടുള്ള താല്പര്യം കൂടിയിട്ട് അവിടെ ഇവിടെയൊക്കെ ചെറിയ വെള്ളരിയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്, തക്കാളിയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് വിജയിക്കുവാണെങ്കിൽ ഞാനും എൻ്റെ സ്വന്തം അടുക്കളത്തോട്ടം ഇടുന്നതായിരിക്കും. പച്ചമുളകൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പം വിജയിക്കുവാണെങ്കിൽ കാണാം. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബായ്. അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണാൻ ശ്രമിക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ബൈ.